ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ആൾ ദൈവങ്ങൾ, അതായത് അവിടെ ഇഷ്ടംപോലെ അമ്പലങ്ങളാണ് ഛത്രപൂരിലുള്ളത്. ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ പറഞ്ഞ പഴയ ഒരു സ്കാം, ഈ ഇടയ്ക്കുണ്ടായ സ്കാമും ഒരാളെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് സ്ഥിരമായിട്ട് ഇഷ്ടം പോലെ ആൾ ദൈവങ്ങളെ കാണാൻ വരുന്ന ആൾക്കാരും അതേപോലെ ഗുരുക്കന്മാരും ബാബാമാരും ഉള്ള സ്ഥലമാണ് ഈ ഛത്രപൂര്. അതിൽ നിന്ന് മാറി വളരെ ദൂരം മാറി 7-8 കിലോമീറ്റർ അകത്തോട്ട് മാറിയാണ് ഈ അങ്കിത് സാജ്വാന്റെ ഈ വർഷിപ്പും പരിപാടി ഓരോ ഞായറാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒത്തിരി ബസ്സുകൾ, അതായത് ഛത്രപൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 15-18 ബസ്സുകൾ ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം മെട്രോയിൽ വരുന്നവരെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി. അത് പ്രത്യേകം വേണ്ടി ഇതൊക്കെ നമ്മൾ റഫായിട്ട് ആൾക്കാർ വരുന്നു, അവിടെ പങ്കെടുക്കുന്നു, ചില ആൾക്കാർ തിരിച്ചു പോകുന്നു, ചില ആൾക്കാർ വളരെ ദൂരത്തുനിന്ന് വരുന്നു. അപ്പം ആ സമയത്ത് ഞായറാഴ്ച ആ സമയത്ത് ആ യൂട്യൂബിനകത്ത് ലൈവാണ്, സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പം യൂട്യൂബിനകത്ത് മാത്രം ഞാനിപ്പോൾ ലൈവ് സ്ട്രീമായിട്ട് ആൾക്കാർ കാണുന്നത് ഏകദേശം 13,000-ഓളം പേര് അവിടെ ഇല്ലാത്തവർ പുറത്ത് പോയിരുന്ന് കാണുന്നത്. ഇതാണ് ഡൽഹിയിലെ സ്ഥിതി. ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും നല്ല ഡൽഹിയിലെ ബേസിക്കലി ഡൽഹി എന്ന് പറയുന്നത് BJPയുടെ ഒരു കോട്ടയാണ്. ഹരിയാനയും BJPയുടെ കോട്ടയാണ്. അപ്പം ഈ അങ്കിത് സാജ്വാൻ എന്ന് പറയുന്നയാൾ ഈ മിനിസ്ട്രി തുടങ്ങിയിട്ട് ഇത്രയും ആൾക്കാർ അവിടെ കൂടുമ്പോൾ എന്താ ഇതിൻ്റെ കാര്യമെന്നെങ്കിലും നിങ്ങൾ പോയി മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ പ്രധാനം. അല്ലാതെ വെറുതെ ബഹളവും അടിയും പിടിയും ഉണ്ടാക്കിയതൊന്നും അല്ല ഇഷ്യൂ. അതേപോലെ മനസ്സിലാക്കേണ്ടത് ഇതിന് ശേഷം മറ്റേ ഛത്തീസ്ഗഡ് ആണെങ്കിലും ജാർഖണ്ഡ് ആണെങ്കിലും മറ്റുള്ള സ്റ്റേഷൻ മനസ്സിലാക്കുക, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് പ്രയറിന് പോകുന്നവരുടെ എണ്ണം 2 ഇരട്ടി 3 ഇരട്ടി കൂടി. ഇതിൽ വലിയ യാഥാർത്ഥ്യമാണ്. ജ്യോതി ശർമ്മ വാളൊക്കെ എടുത്ത് വയറ്റുന്ന സംഭവങ്ങളും ഇപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങ് സൈലൻ്റായി.